Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ ഓൾറെഡി 2 എക്സാംസ് ഫിനിഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള QT ആണ് നടക്കാൻ പോകുന്നത്. നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പഠിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഞാൻ എപ്പോഴും essay ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം essayക്ക് തീരെയായിട്ട് വരാറുണ്ടെന്ന്. അതുപോലെ തന്നെ 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിലും ചോദിക്കാറുണ്ട്. നമ്പർ 1 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്പർ 2 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ 3 പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതിലേതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്താണ്. എസ്റ്റിമേഷൻ ചാപ്റ്ററിൽ നിന്ന് കൂടിയിട്ട് ഈ ഒരു ചോദ്യം മാത്രമാണ് കണ്ടുവരാറ് കേട്ടോ, വേറെ ഒന്നും ചോദിക്കാറില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് 1 എറർ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ചോദ്യമാണ്. ടൈപ്പ് 1 എററോ അതല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് 2 എറർ, ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. ടൈപ്പ് 1 എററോ ടൈപ്പ് 2 എററോ, റിപ്പീറ്റ് ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് എന്താണ്, റിപ്പീറ്റ് ആണ്. ഹൈപ്പോത്തസിസ് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ചില സമയത്ത് സിമ്പിൾ ഹൈപ്പോത്തസിസ്, ചില സമയത്ത് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്, ചില സമയത്ത് നൾ ഹൈപ്പോത്തസിസ്, ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അങ്ങനെ ഹൈപ്പോത്തസിസിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി, ചിലപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് മാത്രമായിരിക്കാം ചോദിക്കുക. നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് മിക്ക പേപ്പറുകളിലും കണ്ടിട്ടുള്ളതാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതും ചോദിക്കാറുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആക്സെപ്റ്റൻസ് റീജിയൻ, ചില സമയത്ത് അതാണ് ചോദിക്കാറ്. ആക്സെപ്റ്റൻസ് റീജിയൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിജക്ഷൻ റീജിയൻ, ആക്സെപ്റ്റൻസ് റീജിയനോ അതല്ലെങ്കിൽ റിജക്ഷൻ റീജിയനോ, ചിലപ്പോൾ അത് അങ്ങനെയും ചോദിക്കാറുണ്ട്. റിജക്ഷൻ റീജിയൻ. ഓക്കെ, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി മറ്റൊരു റിപ്പീറ്റ് ചോദ്യത്തിലോട്ട് പോവാണ്. എനോവ മിക്ക പേപ്പറുകളിലും വരാറുള്ളതാണ്. അതിൽ ചില സമയത്ത് എനോവ എന്താണ്, അതിൽ 1 ഫാക്ടർ ഉണ്ടല്ലോ, 2 ഫാക്ടറും ഉണ്ട്, അങ്ങനെയും എടുത്ത് ചോദിക്കാറുണ്ട്. 1 ഫാക്ടർ അനോവ, അതുപോലെ തന്നെ 2 ഫാക്ടർ അനോവ എന്താണ്, 2 ഫാക്ടർ. ഓക്കെ, അതെന്താന്നുള്ള എൻ്റെ തിയറിയും ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇനി നമ്മുടെ ബേസിക് ഏരിയ, ഏറ്റവും കൂടുതൽ ഈ ഹൈപ്പോത്തസിസിൻ്റെ ഏരിയയിൽ നിന്നൊക്കെയാണ് തിയറി ചോദ്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തന്നെ എടുത്ത് പറഞ്ഞേ.
ഇനി നമുക്ക് ആദ്യത്തെ ഏരിയയിലോട്ട് വരണ സമയത്ത് കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കോറിലേഷൻ ചാപ്റ്ററിലുള്ളതാണ്. ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്, റിപ്പീറ്റാണ്, പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കോറിലേഷൻ്റെ ബേസിക്സ് എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. കോറിലേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ലീനിയർ, നോൺ ലീനിയർ. ഞാൻ സിമ്പിളായിട്ട് ടൈപ്സ് നോക്കാൻ പറയാം. അപ്പോൾ അത് നോക്കിയിരിക്കണം. ദെൻ അതുപോലെ തന്നെ പ്രോബബിൾ എറർ എന്താണ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ എന്താണ്, ഇതൊക്കെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം എന്താണെന്നുള്ളത്. ദെൻ റിഗ്രഷൻ എന്താണ് എന്നുള്ളതിൻ്റെ തിയറി നോക്കി വയ്ക്കണം. ഇത് അങ്ങനെ റിപ്പീറ്റ് കണ്ടിട്ടില്ല. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചാപ്റ്ററിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, അതൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യത്തെ പറഞ്ഞ ചോദ്യങ്ങളാണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളത്, മിക്ക പേപ്പറുകളിലും MS Excelോ SPSSോ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് കമ്പയർ ചെയ്തിട്ടും ചോദിക്കാറുണ്ട്. MS Excel ആൻഡ് SPSS ഇതെന്താണെന്നും ചോദിക്കാം, ഇതിൻ്റെ കമ്പയർ ചെയ്യാനും പറയാം. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. അതാണ് മറ്റൊരു ടോപ്പിക്ക്. ഇനി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് ഏരിയയിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യം എപ്പോഴും വരാറുള്ളതാണ്. സോ എല്ലാതും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, എസ്റ്റിമേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ പറഞ്ഞു, കോഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ പറഞ്ഞു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, MS Excel, ഹൈപ്പോത്തസിസ്, ദെൻ ക്രിട്ടിക്കൽ റീജിയൻ, ആക്സെപ്റ്റൻസ് റീജിയൻ, പാരാമെട്രിക്, നോൺ പാരാമെട്രിക്, കോറിലേഷൻ, സ്റ്റാൻഡേർഡ് എറർ. ദെൻ കോറിലേഷനിൽ തന്നെ റാങ്ക് കോറിലേഷൻ എന്താണെന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ അതെടുത്ത് ചോദിക്കാം, അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. റാങ്ക് കോറിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ കിട്ടണം. അപ്പോൾ പിന്നെ കോറിലേഷൻ, റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ നോക്കിയിരിക്കണം. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ, വലിയൊരു സബ്ജക്റ്റാണ്. പിന്നെ ഒരു സജഷൻ കൂടി ലാസ്റ്റ് തരാനുള്ളത്, നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഇപ്പോൾ സൈൻ ടെസ്റ്റ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല, എന്നാലും ഞാൻ പറയാം. റാങ്ക് സം ടെസ്റ്റ്, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ആൻസർ കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞ ഒരു 12 ചോദ്യങ്ങളാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഒരു രീതി ഞാൻ പറഞ്ഞു. ഹൈപ്പോത്തസിസിൻ്റെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 2 വെയിറ്റേജ് വരാറ്. അതാണ് ഈ ടൈപ്പ് 1, ടൈപ്പ് 2 ഹൈപ്പോത്തസിസ് എന്താണ്, പാരാമെട്രിക്, നോൺ പാരാമെട്രിക്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ക്രിട്ടിക്കൽ റീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ്റെ പറഞ്ഞു, ബേസിക് തിയറി, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ, അനോവ, കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഇതൊക്കെയാണ് ഞാൻ ഇതുവരെ ആയിട്ടുള്ള പേപ്പറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പിന്നെയുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ, പിന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ് കേട്ടോ. ഇപ്പം നല്ലൊരു പേപ്പർ ആവാൻ പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.